പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും നമ്മളെ കർത്താവിൽ ഉണർന്നിരിക്കുന്ന സുപ്രഭാതം എല്ലാവർക്കും. നമുക്ക് പ്രാർത്ഥിച്ചെടുത്ത് തുടങ്ങാം. ഈ ദിവസം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങൾ ഏറ്റുപറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ ഇന്നത്തെ പ്രാർത്ഥനകൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയും ഇന്നത്തെ ആഹാരമാണ്. ശരിക്കും എനിക്ക് പണ്ടുപോലെ ഉണ്ടായിരുന്നൊരു അഭിവാഞ്ചിയാണ് രാവിലെ ജനങ്ങളുമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 വെച്ചത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ഞാൻ തന്നെ നേരിട്ട് വന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുകയും അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരും നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ആധ്യാത്മിക ഔത്സുക്യത്തോടെ ഉണർവോടും ഉത്സാഹത്തോടും കൂടി ആയിരിക്കണം ഈ ഉഷസ്സങ്ങോട്ട് ആരംഭിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ അങ്ങ് പ്രസാദിക്കുകയും അങ്ങയുടെ മക്കളെ ഉത്സാഹപരിതരാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഇന്നത്തെ ദിവസം 13-ാം തീയതി ജനുവരി തിങ്കളാഴ്ച കർത്താവിൻ്റെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രസരിപ്പോടെ ഓരോരോ കാര്യങ്ങളുടെ പ്രാരംഭത്തിനായി പോകുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ, ജോലി, വീട്, വിവാഹം, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിൽ അങ്ങനെ പോകുന്ന എല്ലാവരുടെ യാത്രകളും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, നിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ള കർത്താവെ അങ്ങയുടെ വലിയ പ്രവചനമാണ്, അങ്ങയുടെ വലിയ പ്രഖ്യാപനമാണ്. ഞങ്ങൾ ആ പ്രഖ്യാപന വചനങ്ങളിൽ വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനും അതാ സമയങ്ങളുടെ പ്രാർത്ഥനയുടെ ഉണർവോടെയും തീഷ്ണതയോടെയും അങ്ങയെ മനസ്സിലാക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാകുക മാത്രമല്ല, ഒരു പ്രശ്നമില്ല, പ്രശാന്തമായ സമയങ്ങളിലും പ്രാർത്ഥനയിൽ അങ്ങേ ഓർക്കുവാൻ കർത്താവ് പ്രത്യേക അഭിഷേകം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീരസമുള്ളവരുണ്ട്, വൈരാഗ്യ ബുദ്ധിയുള്ളവരുണ്ട്, ഹൃദയഭാരമുള്ളവരുണ്ട്, അവരെല്ലാം കർത്താവെ കളപ്പോട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ കർത്താവെ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു.
എല്ലാം ഇന്നലെ ഉണ്ടായതും കഴിഞ്ഞ ആഴ്ചയിലുണ്ടായതും നമ്മൾക്ക് ഓരോ മനുഷ്യരും ഉണ്ടാക്കി തരുന്ന വലിയ ഭാരങ്ങളെ അങ്ങനെ തന്നെ എടുത്ത് കർത്താവിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഭാരമില്ലാത്തവരെ ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ഇതിനത് കൈകാര്യം ചെയ്യട്ടെ. ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെ തലപ്പുകഞ്ഞ് ആലോചിച്ചിട്ടും നമുക്കൊരു എത്തും പിടിയും കിട്ടണില്ല. നിങ്ങളത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുക. അമ്മ കൈകാര്യം ചെയ്യട്ടെ. എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്തുകൊണ്ട് നടക്കുക. അവൻ പറയണ പോലെ ജീവിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും നടക്കുക. അപ്പോൾ ദൈവം നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ക്രമീകരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ഏതിനും ദൈവത്തിൽ ആശ്രയിച്ച് ശരണം വെച്ച് പ്രാർത്ഥിക്കുന്നവനും ഏത് തരം ദുരിതത്തിൽ ചെന്നാലും ദൈവം അവനെ രക്ഷിക്കും. കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തിലായിരിക്കും ഞങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവുമെന്ന്. അത് കർത്താവിനും ആ ഞെരുക്കങ്ങളുണ്ടായി, മാതാവിനും ആ ഞെരുക്കങ്ങളുണ്ടായി, ഔസേപ്പിതാവിന് കൂടുതലും ഞെരുക്കങ്ങളുണ്ടായിരുന്നു. നമ്മളിന്ന് വായിക്കുന്നത് ആ ഒരു ഭാഗമാണ് വായിക്കണത്. അപ്പം അങ്ങനെയുള്ള എല്ലാ ഞെരുക്കങ്ങളിരിക്കുന്നവരമ്മേ, പരിശുദ്ധമ്മേ, ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവരെ നീ അനുഗ്രഹിക്കണം. തങ്ങൾക്ക് ആരുമില്ല, ആരും ഞങ്ങൾ തിരക്കണില്ല, ആരും ഞങ്ങൾ അന്വേഷിക്കുന്നത്, ഒന്ന് വിളിച്ചു പോലും ചോദിക്കണില്ലെന്ന് വെച്ചുകൊണ്ട് നെടുവീർപ്പിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്. ഒറ്റപ്പെട്ട് പോയല്ലോ എന്ന് പണ്ടെടുത്ത തീരുമാനങ്ങൾ ഓർത്തിട്ട് ഭാരപ്പെട്ടിട്ട് വേണ്ടായിരുന്നു. ചുമ്മാ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് തലേ പിരികേറ്റി എടുത്തതാണ്. ഇന്നിപ്പോൾ അനുഭവിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ മാത്രം എൻ്റെ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുന്നുണ്ട്. ഇപ്പോഴാശീർവദിക്കുന്നുണ്ട്. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ്, കരുണ അർഹിക്കാത്തവർക്ക് ഞാൻ കരുണ കൊടുക്കുമെന്ന്. അതിനേക്കാൾ വലിയ പ്രത്യാശ എന്ത് വേണം സഹോദരങ്ങളെ? അവരെ കർത്താവ് ഇപ്പോഴും ആശീർവദിക്കുകയാണ്. കർത്താവ് നിനക്ക് ലഭിക്കുന്ന കരുണയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ്. അവൻ നിർലോഭമായി യേശു ക്രിസ്തു നൽകാൻ തക്ക വിധം നമ്മളെ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് അവൻ ജനിപ്പിച്ച് നമ്മളെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒന്നിനും ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ കരുണയ്ക്കൊരു പഞ്ഞവുമില്ല. കർത്താവ് നീ പറയണം, കർത്താവേ എൻ്റെ മേൽ കരുണ ചൊരിയണമേ. നിൻ്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട്, കുരിശുമരണത്തെ ഓർത്തുകൊണ്ട്, തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട്, മുറുക്കിടത്തെ ഓർത്തുകൊണ്ട് കർത്താവ് എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ തോന്നണമേ. അങ്ങനെ കർത്താവിൻ്റെ കരുണ, അർഹതയില്ലാത്ത കരുണ നിൻ്റെ മേൽ ആവശിക്കുകയും നീ കർത്താവിൻ്റെ ഇപ്പോഴും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നീ അതിജീവിക്കുകയും ചെയ്യട്ടെ. ഈ ദിവസത്തെ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശക്തൻ നീക്കുവാമേ. ഔസേപ്പിതാവെന്ന അത്ഭുത മനുഷ്യനെ കുറിച്ചാണ് നമ്മളിന്ന്. കുടുംബനാഥനാണ് കേട്ടോ. എല്ലാ കുടുംബനാഥന്മാർക്കും നാഥനായിട്ടുള്ള ആളാണ്. ഈ ദിവസങ്ങളിലെ പ്രത്യക്ഷീകരണ നമ്മുടെ പൂജരാജാക്കന്മാർ, ജ്യോതിഷികൾ, ജ്ഞാനികൾ കർത്താവിനെ സന്ദർശിച്ചെത്തി, ഉണ്ണീശ്വരെ സന്ദർശിച്ചെത്തില്ലേ? ആ പ്രത്യക്ഷീകരണ തിരുനാളിൽ എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ ധ്യാനചിന്തയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്, 2-ാം അധ്യായം 11-ാം വാക്യം. ഔസേപ്പിതാവിനെ കുറിച്ചാണ് പറ. അവർ ഭവനത്തിൽ പ്രവേശിച്ച്, അവരെന്ന് പറഞ്ഞ ജ്യോതിഷികളാണ്, ജ്ഞാനികള്, കിഴക്കിൽ വന്ന രാജാക്കന്മാര്. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. മക്കൾ, ഇതാണ് സംഭവം. അതായത് ഇത് വായിച്ചപ്പോഴേ പൊന്ന്, മീറ, കുന്തിരിക്കം ഒക്കെ കൊടുത്ത് വലിയ കാഴ്ചയുമായിട്ട് അവർ പെറ്റതെറിഞ്ഞ് വന്നിരിക്കുന്നത് രാജാക്കന്മാരാണ് വന്നിരിക്കുന്നത്. ഒന്നും കുറവുണ്ടാകത്തില്ല. ആദ്യം അമ്മ വിചാരിച്ചിരുന്നു, അമ്മയ്ക്ക് ആദ്യം അങ്ങനെ വിഷമമുണ്ടായിരുന്നു. ആട്ടിടയന്മാരല്ല വന്നത്, ഒരു ബന്ധവുമില്ല, സ്വന്തമില്ലാത്ത ആട്ടിടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോകുമ്പോഴേ അങ്ങനെയൊന്നും അല്ലായിരുന്നില്ല. സ്വന്തം നാട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ, വീട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ എത്രയോ പേര് തങ്ങളെ സന്ദർശിക്കാൻ എത്തിയെന്നൊക്കെ വിചാരിച്ചെങ്കിലും ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ള സൂചനയാണ് രാജാക്കന്മാർ തന്നെ. വീട്ടുകാരെക്കാൾ ഉപരി രാജാക്കന്മാർ. ദൈവം ഒരിക്കൽ നിനക്ക് നമുക്ക് ദൈവമേ കൈവിട്ടതായിട്ട് തോന്നുകയേ ഉള്ളൂ, പക്ഷെ ദൈവം കൈവിടത്തില്ല. ഇപ്പോൾ വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അമ്മയ്ക്ക് ഉണ്ണീശോട് ജനനം അറിഞ്ഞ് മറ്റുള്ളവർ ആരും സമ്മാനം കൊണ്ട് വന്നില്ലെങ്കിലും സമ്മാനം കൊണ്ടുവരാൻ രാജാക്കന്മാർ ദൈവം തീരുമാനിച്ചു. എന്തൊരു എന്തൊരു സ്നേഹമാണ്, എന്തൊരു കരുതലാണ് ദൈവത്തിൻ്റെ. നമ്മുടെ കണ്ണ് ഒരു ജന്മം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കരുണയാണ് ദൈവത്തിൻ്റെത്. ഇപ്പം പക്ഷേ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അവർ പുൽത്തോട്ടിലെത്തിയപ്പോഴേ ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഔസേപ്പിതാവിനെ കണ്ടില്ല. അവിടെ ഔസേപ്പിതാവിനെ കണ്ടില്ല. എന്താ കാര്യം? അദ്ദേഹം അപ്പോഴേ ഉണ്ണീശോയ്ക്കും അമ്മയ്ക്കും വേണ്ട ആഹാരം തേടിപ്പോയിരിക്കുന്നു. അപ്പന്മാരുടെയൊക്കെ ഒരു അവസ്ഥ ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നത് അമ്മയെക്കാളും ചില കാര്യങ്ങൾ ഔസേപ്പിതാവ് ഇത്തിരി കൂടി മുന്തിയ നിലവാരമല്ല, കൂടി നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്.
കാര്യം അമ്മ പുരുഷൻ്റെ ചുവട്ടിൽ നിന്നു, അതൊക്കെ ശരിയാ. പക്ഷേ ഈശോ ഉയർത്തുന്നേപ്പ് കണ്ടു, സഭ വളരണത് കണ്ടു, ഉയരണത് കണ്ടു. അപ്പോസ്തലന്മാർ അമ്മയുടെ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നത് കണ്ടു. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പെന്തക്കോസ്താ ദിവസം അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എത്ര നല്ല നല്ല കാഴ്ചകൾ ഹോശാന പാടി എതിരേറ്റുകൊണ്ട് വന്ന ഈശോയെ അമ്മ കണ്ടു. അങ്ങനെ എല്ലാ നല്ല നല്ല കാര്യങ്ങളും അമ്മ കണ്ടായിരുന്നു. ഒന്നും കാണാനൊരു പാവപ്പെട്ട മനുഷ്യനെ അവസരമില്ലാകും. സ്വപ്നങ്ങൾ മാത്രം കണ്ടു. ആ സ്വപ്നങ്ങൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. എന്നിട്ട് ഈശോക്ക് 20 വയസ്സുള്ളപ്പോൾ തൻ്റെ ജോലി പൂർത്തിയാക്കി താൻ മറഞ്ഞു പോകും. എന്നോട് പറയും, എൻ്റെ മകൻ വലുതാകും, അവൻ ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ പുത്രനായി എത്തും, അതിന് മുമ്പ് ഞാൻ അവന് വഴിയൊരുക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി അദ്ദേഹം വിട പറഞ്ഞു പോകും. ഒരു സാന്ത്വനമോ ഒരു നന്ദിയോ ഒന്നും അനുഭവിക്കാതെ ആ ജോലി മാത്രം ചെയ്തു പോയ എത്ര അപ്പന്മാർ നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. ചിലപ്പോൾ അപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് പോയിട്ട് ഒരു ജോലിക്ക് രാത്രി വരുമ്പോൾ രാത്രി പിള്ളേർ ഉറങ്ങിയും പോകും. ചിലർ അപ്പന്മാർ കഷ്ടപ്പെടാനുള്ള എല്ലാം കഷ്ടപ്പെടുകയും, അമ്മമാർ നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ പറയുകയും, ഞാൻ അമ്മമാരൊക്കെ കൊച്ചാക്കി പറയുന്നില്ല, എന്നാലും ചില അമ്മമാർ പറയും, ഞാൻ നിന്നെ 10 മാസം നൊന്ത് പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എന്തെങ്കിലുമൊക്കെ ക്ലെയിം പറയും. അപ്പനൊരു ക്ലെയിം പറയത്തില്ല, നിശബ്ദനായിരിക്കും. അമ്മക്കൊക്കെയാണെങ്കിൽ അവർക്ക് ആ മക്കളുടെ കുടുംബത്തിലൊക്കെ പലപ്പോഴും നിൽക്കണത്. പക്ഷെ അമ്മയോടെ ആയിരിക്കും അവർക്ക് താല്പര്യം. അപ്പനോട് ഒരു താല്പര്യം ഉണ്ടെങ്കിലും പേടിയാണ്, അമ്മയോടെ അവർ സംസാരിക്കത്തുള്ളൂ. പിന്നെ പെമ്മക്കൊക്കെയാണ് അപ്പനോടൊക്കെ കുറച്ച് സ്നേഹമുള്ളത്. പക്ഷെ അവരൊക്കെ ഇടിച്ചു വിട്ടിരിക്കും. അപ്പന് ആരും ഇല്ലാത്ത ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു മനുഷ്യൻ. അവരുടെ ആദ്യത്തെ ആളാണ് ഈശോയുടെ അപ്പൻ, ഔസേപ്പിതാവ്. ഇപ്പം എന്തെങ്കിലും തരത്തിൽ അപ്പന്മാർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കുറവ് അവരുടെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണന കൊണ്ട് വന്നു പോയെങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കുകയൊന്നും ചെയ്യരുത്. കാര്യം എന്താ, നിങ്ങൾക്ക് തുണയായ ഔസേപ്പിതാവുണ്ട്. ഒന്നും കൈപ്പറ്റാതെ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി പോയ മനുഷ്യൻ നിങ്ങളൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട് സാന്ത്വനപ്പെടുത്താൻ. അപ്പം അങ്ങനെയുള്ള നല്ല മരണത്തിന് വേണ്ടി മാത്രമല്ല, നന്ദിയില്ലാത്ത ജീവിതത്തിനും നന്ദി നഷ്ടപ്പെടുന്ന ജീവിതത്തിനും ഔസേപ്പിതാവ് തന്നെയാണ്. നന്ദി കിട്ടാത്ത ജീവിതത്തിനും ഔസേപ്പിതാവ് തന്നെയാണ് നമുക്ക് ഒരു മാതൃക. യേശുവിൻ്റെ കാണാൻ വരുമ്പോൾ പൂജ്യരാജാക്കന്മാർ വരുമ്പോൾ അവിടെ ലൈം ലൈറ്റിൽ വരണത് അമ്മയും ഉണ്ണീശയും മാത്രമാണ്. പാവപ്പെട്ടവൻ നെടുപ്പുര പോലും അവിടെ ഇല്ല. ഔസേപ്പിതാവിനെ മധ്യസ്ഥം വഹിക്കുന്നവർ ആത്മശക്തിയുടെ ആൾരൂപങ്ങളെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഉടമ്പടി ധ്യാനത്തിനുള്ളതാണ്, വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. ഇപ്പോൾ ദൈവം മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയാണ് വാഗ്ദാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, പുതിയ ആൾക്കാരുള്ളത് കൊണ്ടാണ് പഴയത് ഞാൻ ആവർത്തിക്കണം കേട്ടോ. പഴയ ആൾക്കാർക്ക് ബോറടിക്കരുത്. പുതിയ ആൾക്കാർ ഒത്തിരി ഉണ്ടല്ലോ. ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നിരുന്ന് കൈപോക്കിക്ക് കുറച്ച് പേരുണ്ട്, ജസ്റ്റ് ഓക്കെ. അപ്പോൾ കുറച്ച് പേരെങ്കിലും പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ പഴയ സിലബസ് ഞാൻ മനഃപൂർവ്വം എടുക്കണമല്ല, കർത്താവ് ധ്യാനിപ്പിക്കുമ്പോൾ അങ്ങനെ ഓരോരോ സാധനം പറയിപ്പിക്കണതാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അനുദിന ജീവിതവും നിത്യജീവിതവും അതിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയും അത് പുഷ്കലമായിട്ട് വളരുന്നതിന് വേണ്ടിയും ദൈവം നമുക്ക് നൽകുന്ന ഒരു ക്യാപ്സ്യൂളാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഫോർമുല ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വാഗ്ദാനങ്ങളിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരു കുഴപ്പം, വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോൾ പ്രാപിക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് ടൈം കണ്ടന്റ് അഡ്രസ്സ് ചെയ്യണില്ല. വൈ വി കെയിം ടു ദിസ് മരീൻ കവനൻ്റ്, അതായത് കവനൻറ്റിൻ്റെ അത് വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോഴെങ്കിലും പ്രാപിച്ചാൽ മതിയോ? എബ്രാഹത്തിനോട് പറഞ്ഞു, നിനക്ക് ഒരു സന്തതി ഉണ്ടാകും, ഓക്കെ. പക്ഷേ എബ്രാഹത്തിന് സന്തതി ഉണ്ടായപ്പോൾ എബ്രാഹിം വയസ്സായിപ്പോയി. ഇസഹാക്കിൻ്റെ കൂടെ ചെറുപ്പകാലത്ത് ജീവിക്കാൻ പറ്റിയില്ല. അതാണ് ഈ ആൾക്കാർ 20 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയണത്. നിങ്ങളുടെ മക്കളുടെ കൂടെ നല്ല കാലം ജീവിക്കാൻ പറ്റാതെ വരും. കല്യാണം താമസിച്ചതിനെ പറ്റും. ചിലരൊക്കെ 40 വയസ്സിലേക്കാണ് കല്യാണം കഴിക്കേണ്ടത്. വരട്ടെ ജോലി കിട്ടട്ടെ എന്ന് പറയും. നീട്ടി കൊണ്ടുപോയി 40-ാം വയസ്സിൽ കല്യാണം കഴിക്കും. 40-ാം വയസ്സിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ച് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് 55 വയസ്സാവും. അവൻ PDCയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ നര വരും. അവൻ പറയും, അമ്മ കോളേജിൽ വരണ്ടെന്ന് പറയും. എന്താണ് ഈ
വല്യമ്മ എന്തിനാ കോളേജ് വരുന്നതെന്ന്. കാര്യം അവരുടെ പിള്ളേരൊക്കെ നല്ല മിടുക്കന്മാരായ അമ്മമാരെ വരുമ്പോൾ വല്യമ്മ നിരച്ച് വരേണ്ടി വരും. ഇപ്പോൾ അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഡ്രസ്സില്ല ചോദിക്കും. അപ്പോൾ താമസിക്കണത് നല്ല കാര്യമൊന്നുമല്ല കല്യാണം താമസിക്കുന്നത് നല്ല കാര്യമല്ല. നിങ്ങൾ കല്യാണത്തിനേക്കാളും കുഞ്ഞുങ്ങളെക്കാളും പ്രാധാന്യം ജോലിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കല്യാണം താമസിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം പദ്ധതിയാണ്, ദൈവ പദ്ധതിയാണെന്ന് അറിയത്തില്ലേ. സ്വന്തം പദ്ധതിയാണത്. സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച പദ്ധതികളുണ്ടല്ലോ മനുഷ്യനെ. അപ്പം അതിൻ്റെ പേരിലാണുള്ളത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ടൈം കണ്ടൻറ്റ് വാഗ്ദാനം പ്രാപിക്കുന്നത് മോശസിനോട് പറയും. വാഗ്ദാനം തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശത്ത് നിങ്ങൾ ചെല്ലും എന്നാരോട് പറഞ്ഞ്? മോശസിനോട് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരൻ അതിൻ്റെ താമസിച്ച കാരണം പുള്ളിയുടെ കാലം കഴിഞ്ഞു പോയി. അല്ല, അതല്ല സംഭവിച്ചത്. വാഗ്ദാനത്തിൽ നിങ്ങൾ തേനും പാലും ഒഴുകുന്ന വാഗ്ദാനം നേട്ടത്തിൽ ചെല്ലും, ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. പക്ഷേ 40 കൊല്ലം എടുത്തപ്പോൾ മോശസ് വയസ്സായിപ്പോയി. വാഗ്ദാനം പ്രാപിക്കുമ്പോൾ ഉള്ള കുഴപ്പം അത് ടൈം ബൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല. ഇപ്പം ഇത്തിരി പറയുക ചൂടോടെ കഴിക്കണം എന്ന് പറയത്തില്ലേ, അല്ലേ? ആറിപ്പോയി കഴിഞ്ഞാൽ വളിച്ചു പോകും. ടൈം നിസ്സാര കാര്യമല്ല. ടൈം ഒരു സീരിയസ് വിഷയമാണ്. എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് കിട്ടണം. അതിനാണ് മരിയൻ കവനൻ്റ് എന്ന് പറയുന്നത്. കവനൻ്റ് ഇത് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഉടനെ കയറി ഉടമ്പടി ധ്യാനം എന്ന് പറയരുത്. മരിയൻ ഉടമ്പടി ധ്യാനം എന്നാണ് പറയേണ്ടത്. എന്താ പറയേണ്ടത്? മരിയൻ ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ടൈമാണ് അതിൻ്റെ അഡ്രസ്സ് ചെയ്യണത്. കാനായിലെ കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയണത്? സമയം ആയിട്ടില്ല. അപ്പം അമ്മയാണ് ഈ ആകാത്ത സമയം ആക്കിയെടുക്കണത്. എന്താണ് ആകാത്ത സമയം ആക്കിയെടുക്കണതിന്? നാളെ മറ്റന്നാളോ പിന്നെ എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നടത്തുന്നത് എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ളതാണ്. പക്ഷേ ഇതെന്ന് പറയണത് ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ വെയിറ്റിംഗ് ഷെഡല്ല, വാതിലില്ലാതെ തുറന്ന് കിടക്കുന്ന ഷെഡല്ല. അത് തുറന്ന് ആ ഓരോ വാക്കിനും താക്കോലുണ്ട്. ദൈവം നമുക്ക് വചനം തരുമ്പോൾ എന്നാൽ ഈ 2000 കൊല്ലമായിട്ട് ഈ വചനം പള്ളികളിൽ വായിക്കണതല്ലേ. അവൻ പറയണ പോലെ ചെയ്യണമെന്ന് എല്ലാ അച്ഛന്മാരും പറയണതാണ്, അല്ലേ? എല്ലാവരും നമ്മൾ കേട്ടിട്ടില്ലേ, കുഞ്ഞുനാളെ മുതൽ കേൾക്കണതാണ്. അവൻ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉടനെ അവൻ പറഞ്ഞ് വെള്ളം കോരി ഒഴിച്ചെന്ന് പറയും. അവിടെ നമ്മൾ ക്ലോസ് ചെയ്യും. അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ഇതിനോട് ഞങ്ങൾ വളരെ അർത്ഥവത്തായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞങ്ങൾ ഇതിന് പറ്റുന്ന ആളാണ്, രഹസ്യം പറഞ്ഞു തരാൻ പറ്റുന്ന ആളാണെന്ന്. അപ്പോൾ പറഞ്ഞു, മോനെ അങ്ങനെയല്ല, ഭരണി വെള്ളം കോരിക്കാൻ പറഞ്ഞതല്ല, ഈശോ പറയണവർ ജീവിക്കാനാണ് പറഞ്ഞത്. ഈശോ പറയണവർ ജീവിക്കാൻ. അതാണ് ടൈം ഷോർട്ട് ചെയ്യണത്. സമയമായില്ല എന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ ജീവിക്കും. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണത്? നമ്മൾ ഉടമ്പടി ചെയ്യണത് എന്താണ്? എന്താ പറയണത്? ഉടമ്പടി പറയുന്നത് നിങ്ങളോർക്കും ചിലർക്ക് വോട്ട് ചെയ്ത് കൊണ്ടുവന്ന് പെട്ടിയിടണേ, അങ്ങനെ എന്താ പരിപാടിയാണ്? അതല്ല. ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാവുന്നതാണ് മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ ദൈവതിരുസന്നിധി പറയണത്. എന്താ പറയണത്? ഈശോ പറഞ്ഞതുപോലെ ജീവിച്ചു കൊള്ളാമെന്ന്. ഇപ്പോൾ ഈശോ പറഞ്ഞ പോലെ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇവിടെ അത് ദൈവദർശനം ഉടമ്പടി പ്രഖ്യാപിക്കുന്ന സമയത്തും ഉടമ്പടി നിക്ഷേപിക്കുന്ന സമയത്തും ആ സമയത്ത് അപ്പം ഒരു വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ മകൾ വന്ന് പ്രസവിച്ച് പോട്ടെ, വീട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ്, വിരുന്നുകാരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. നിങ്ങൾ ഉടമ്പടി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലായി, പിന്നെ നോ ടൈം, പിന്നെ നിങ്ങൾ ഉടമ്പടി ജീവിക്കുകയും. അതിപ്പോൾ മനസ്സിലാക്കണം. ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ക്ലാസ്സുകളെല്ലാം കേട്ടതിന് ശേഷം ഏകാഗ്രതയോടെ മാതാവിൻ്റെ ദർശനം പ്രദക്ഷിണമായി വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഉടമ്പടി വിളക്ക്, വിശ്വാസത്തിൻ്റെ വിളക്ക്, പ്രത്യാശയുടെ വിളക്ക്, ദൈവസ്നേഹത്തിൻ്റെ വിളക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ കത്തിക്കാത്ത എല്ലാ വ്യക്തികളിലും ഞാൻ ദൈവസ്നേഹം കത്തിച്ച് കൊടുക്കും എന്ന് പറഞ്ഞ് ഇവിടെ കത്തിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തും. ഈ പ്രഖ്യാപനത്തോടു കൂടി ഉടമ്പടി ആക്ടിവേറ്റ് ആകും. പിന്നെ ഒരു നിമിഷം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. അല്ലാതെ വീട്ടിലെ ചടങ്ങെല്ലാം കഴിയട്ടെ എന്നിട്ട് കൈയും കാര്യം കഴുകി എഴുന്നേക്കാം, അങ്ങനെയുള്ള ഫംഗ്ഷൻ അല്ല ഉടമ്പടി, അത് ജീവിതമാണ്. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി പ്രഖ്യാപനം മുതൽ ഉടമ്പടി ജീവിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം.
അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനേ വാഴ്ത്തും. ആരാധന ആരാധന ദാദാ, ആരാധന 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 പാടാം. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരിയൻ ഉടമ്പടിയിൽ അഡ്രസ്സ് ചെയ്യണത് 2000 കൊല്ലങ്ങളായിട്ട് അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. എന്താണ്? ഉടമ്പടിയിലുള്ള ടൈം ലാഗിങ്ങിനെ ആണ് ഇത് ടൈം ഷോർട്ട് ചെയ്യണത്. എബ്രാഹത്തിന് 25 കൊല്ലം എടുത്തു മകനെ കിട്ടാൻ, മോസസിന് വാഗ്ദാനം പാടുന്ന ആൾ പ്രാപിക്കാൻ. അപ്പോൾ മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ വയസ്സായിപ്പോയി. ഇസ്രായേൽ ജനം വാഗ്ദാന നാട് പ്രാപിച്ചപ്പോൾ മോസസ്, അത് കൊണ്ട് നടന്ന മോസസ് മരിച്ചുപോയി. അപ്പം സമയം നിസ്സാര കാര്യമല്ല, സമയം ഭയങ്കര വില്ലനാണ്. സമയം നേരത്തെ നടക്കണം. അതുകൊണ്ട് സമയത്തിൻ്റെ കടിഞ്ഞാൻ ഇടുന്നതാണ് മരിയൻ ഉടമ്പടി. വല്ലാണ്ട് അങ്ങനെ നീണ്ടുപോണ സമയത്തെ പിടിച്ചു നിർത്തും മരിയൻ ഉടമ്പടി. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യും. നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ അവൻ പറയണ പോലെ ചെയ്യുന്നുണ്ടോ അത്രയും ടൈം ഷോട്ട് വരും. കഴിഞ്ഞ ദിവസങ്ങളിലേ ലിസി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നല്ല സാക്ഷിയായിരുന്നു. അപ്പോൾ ലിസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ കാനഡയിൽ ധ്യാനിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വിദേശ ധ്യാനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമുണ്ട് ദോഷമുണ്ട്. വിദേശ ധ്യാനങ്ങൾക്ക് കൃപാസനത്തിൻ്റെ അകത്ത് നടക്കുന്ന ധ്യാനം പോലെ ചിട്ടയും കൗൺസിലിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. കാര്യങ്ങളെല്ലാം നടക്കും. അതിൻ്റെ അവിടെ പരിമിതികളനുസരിച്ച് നടക്കും. കാര്യം ഇവിടെ നമ്മൾ 76 മെമ്പേഴ്സിനെ വെച്ചാണ് ഇവിടെ ഉടമ്പടി ധ്യാനം നടത്തുന്നത് കേരളത്തിൽ. നമ്മുടെ കൃപാസനത്തിൽ കൗൺസിലേഴ്സ് തന്നെ 9 പേരുണ്ട്. 9 പേരെ വെച്ചാണ് ഈ 300 പേരെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ട് ആ ഉടമ്പടിയുടെ ട്രാക്കിലേക്ക് ഇവരെ കൊണ്ടുവരണത്. അപ്പോൾ ഇതിനുള്ള സൗകര്യമൊന്നും, ഇപ്പം ഞാനും വിജയകുമാറുമാണ് മുകളിൽ അവിടെ പോകുന്നത്. ഒരാൾ പോകുമ്പോൾ തന്നെ 10 ലക്ഷം 12 ലക്ഷം രൂപ ചിലവാകും പോയി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉള്ള ലിമിറ്റഡ് സാഹചര്യങ്ങൾ അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഞാൻ എന്ത് ചെയ്യും, ലിമിറ്റഡ് സാഹചര്യം ഉള്ള കാരണം ഞാനുള്ള എല്ലാവരെയും കാണും. അതാ ഇവിടെ കാണാൻ പറ്റത്തില്ല. വിദേശ രാജ്യങ്ങളിലെ ധ്യാനങ്ങളിൽ ഞാൻ ഈച്ച് ആൻഡ് എവരി ബഡി, ഇപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ 700 പേരെയും കണ്ട്. അവിടെ ബെർഹാവിൽ 2400 പേര് ഉടമ്പടിയിൽ വന്നെങ്കിലും കുടുംബപരമായിട്ട് അവർ ഒരു കുടുംബത്തിന് ഒരു ഉടമ്പടി എടുത്തത്. ഇപ്പോൾ 1400 പേരാണ് ഉടമ്പടി എടുത്തത്. 1400 പേരെ ഞാൻ കണ്ടു. സന്ധ്യ ആയാലും നിന്ന് കാണും ആൾക്കാരെ. അതതിൻ്റെ വ്യത്യാസം അതാണ്. കാര്യം എനിക്കറിയാം അവരുടെ കൗൺസിലിംഗ് ഒന്നും ശരിയായി കാണത്തില്ല. അപ്പം അതുകൊണ്ട് അവരെ ജസ്റ്റ് അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിച്ച് ഡയറക്റ്റ് അവരുടെ ഉടമ്പടിയിലേക്ക് വരാൻ വേണ്ടി ഓരോരുത്തരും കണ്ടിട്ട് തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനിങ്ങനെ കാനഡയിൽ ധ്യാനം നടത്തുമ്പോൾ ലിസി പറഞ്ഞ സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ സാക്ഷ്യം പറഞ്ഞത്, ലിസി ഒരു നേഴ്സാണ്. ഇവരുടെ അവസ്ഥ ഭയങ്കര രസമാണ്. ഇവർ 18 വർഷത്തിന് മുമ്പ് 2005 മറ്റേ നഴ്സിംഗ് പാസ്സായതാണ്. അപ്പം അന്ന് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമേരിക്കയിൽ ജോലി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എല്ലാ നേഴ്സുമാരും അക്കാലങ്ങളിൽ അമേരിക്കയിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ട്രംപ് പൂട്ടി വരികയല്ലേ സംഭവം. അപ്പം അതുകൊണ്ട് ഇവർക്ക് പക്ഷേ പോകാനൊത്തില്ല. കാര്യം അതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കര കഠിനമാണ്. അവിടെ ഒരു വിസ കിട്ടുക, അല്ലെങ്കിൽ തന്നെ അതിനുശേഷം അവിടെ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുക, PR കിട്ടുക, ഗ്രീൻ കാർഡ് കിട്ടുക, അതൊക്കെ വലിയ തൊല്ല പിടിച്ച പരിപാടിയാണ്. ചിലപ്പോഴൊക്കെ ലോട്ടിങ്ങിലേ വരത്തുള്ളൂ. 10 ലക്ഷം പേര് ലോട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു മിഷ്യൻ കറക്കിയിട്ട് ഒരാൾക്കൊക്കെ വിസ കൊടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നൂലാമാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരതിനകത്ത് പരാജയപ്പെട്ട് ഇവർ പിന്മാറി. ഇവർ കാനഡയ്ക്ക് കിട്ടി. കാനഡയ്ക്ക് ഈ അടുത്ത കാലത്താണ് തുറന്നത്. മറ്റു രാജ്യങ്ങളെല്ലാം തുറന്നത് കോവിഡിന് ശേഷമാണ്. ശക്തമായ രീതിയിൽ മറ്റു രാജ്യങ്ങളെല്ലാം ഇവരെല്ലാം സ്വീകരിക്കാനും സർവീസ് മേഖല തുറന്നു കൊടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ നേരത്തെ അമേരിക്ക മാത്രമേ തുറക്കത്തുള്ളായിരുന്നു.
പക്ഷേ ഇവർക്ക് അവിടെ കിട്ടിയില്ല. കാനഡ തുറന്നപ്പോൾ ഇവർ കാനഡയിൽ പോയി ഭർത്താവുമായിട്ട് മക്കളൊക്കെ ആയിട്ട് അവിടെ താമസിക്കുകയും. അപ്പോൾ അവർ ഒരുവിധം ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് വലിയൊരു സൗഭാഗ്യം തേടി പോയതാണെന്നൊന്നും ധരിക്കരുത്. നിങ്ങളൊന്നും ഞാനൊന്നും അവിടെ ജീവിക്കത്തില്ല. ഞാൻ പോണതെല്ലാം സമ്മറിലാണ് പോണത്. അവിടുത്തെ സാധാരണ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -30 എന്ന് വെച്ചാൽ നമ്മുടെ കൈ ഉറ ഊരിക്കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ വിരലൊടിച്ച് കളഞ്ഞാൽ മതി. അത്രയും തണുപ്പാണ്. ആൾക്കാർ ഫിൻലൻഡിൽ ഒരു പോയി താമസിക്കുന്നുണ്ട്. പക്ഷേ അത്രയും പെയിൻഫുള്ളാണ് ജീവിതം. കിട്ടണ കാശ് മുതലാകത്തില്ല. അവർ ടാക്സ് അടിക്കും. 40% ടാക്സാണ്. പിന്നെ എന്താ വീട്ടിലോട്ട് അയക്കണത്? 40%, 100 രൂപ കിട്ടിയാൽ 40 രൂപയും കൊണ്ട് ഗവൺമെൻറ് പോയിട്ട്. ഗൾഫിലൊന്നും അവരങ്ങനെ ചെയ്യത്തില്ല. ഉള്ളത് നമുക്ക് തരും, വീട്ടിൽ വരാൻ പറ്റും. പക്ഷെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഗൾഫിൽ ആരെയും താമസിപ്പിക്കത്തില്ല, വണ്ടി വിടാൻ പറയും. നിൻ്റെ 3 കൊല്ലം കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഓവർ, പാക്ക് ചെയ്യുമവർ. അമേരിക്ക പാക്ക് ചെയ്യത്തില്ല. അവർക്ക് ഗ്രീൻ കാർഡൊക്കെ തന്ന് നമ്മളവിടെ നിർത്തുമവർ. അപ്പം പല ജീവിതത്തിനും പല പ്രശ്നങ്ങളാണ് ഉള്ളത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ പഠിച്ചവരായതുകൊണ്ടും കേരളത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാരും പഠിച്ചിരിക്കുന്ന കാരണം അവർക്ക് പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും. നല്ലതാണ്, പോകുന്നത് നല്ലതാണ്. പക്ഷേ അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഈ ലിസി അവിടെ താമസിക്കുകയാണ്. 10-14 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണ് കാനഡയിൽ. അപ്പോൾ ലിസിക്ക് ഒരാഗ്രഹമുണ്ട്, അവരുടെ പ്രൊഫഷൻ നല്ലവണ്ണം എക്സർസൈസ് ചെയ്യണം. ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമല്ല, എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അവർ പഠിച്ച ട്രേഡ് തന്നെ കിട്ടണം, പഠിച്ച സ്ഥലത്ത് തന്നെ ജോലി ചെയ്യണം. അതിനൊരു റൈറ്റാണ് നമ്മുടെ. അപ്പോൾ അവർ കിട്ടിയിരിക്കുന്ന ജോലിയിൽ, അവരുടെ പഠനത്തിൽ അവരത്ര ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളല്ല. പക്ഷേ ഇനിയിപ്പോൾ കഴിയാൻ പറ്റും. ഇവർക്കിപ്പോൾ 40 വയസ്സായി. അപ്പോൾ അവർക്ക് അമേരിക്കൻ സ്വപ്നം അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് കാനഡയിൽ ജീവിക്കാൻ വേണ്ടി, ഇപ്പോൾ ഞാനവിടെ കാനഡയിൽ ധ്യാനം നടത്തി, ടൊറൻറ്റോയിലും അതിൻ്റെ അപ്പുറത്തും ഗെറ്റ്സെമിനിൽ, അവിടുത്തെ ഗെറ്റ്സെമിൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടത്താൻ ചെല്ലുമ്പോൾ അവിടെ 10,000 പേരുണ്ടായിരുന്നു ആ ധ്യാനത്തിൽ. അവിടെ ചെല്ലുമ്പോൾ ലിസി പറയണത്, ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 5 സെക്കൻഡാണ് കിട്ടണത്. 5 സെക്കൻഡ് കിട്ടി. ആ സമയത്താണ് ലിസി തൻ്റെ അമേരിക്കൻ സ്വപ്നം പറയണത്. അത് അവളെ ഉപേക്ഷിച്ച് കളഞ്ഞതാണത്. ആ പുസ്തകം പറിച്ച് കീറി കളഞ്ഞതാണ്. ആ സമയത്ത് വന്നപ്പോൾ ഈ അഹ്റോൻ്റെ വടി കിർക്ക് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിലേ അതുള്ളൂ. എനിക്കറിയാമല്ലോ, വാഗ്ദാനപ്പെടുന്നത് 3 സബ്സ്റ്റൻസാണ് ഉള്ളത്. എന്തൊക്കെയാണത്? ഒന്ന്, ആകാശ മഞ്ഞ നിറച്ച കലശം, കുടം, പാത്രം. രണ്ടാമത്തത് എന്താണ്? കർത്താവിന് മോസസിന് കൊടുത്ത വചനങ്ങൾ. പിന്നെ മൂന്നാമത്തത് എന്താണ്? ഈ അഹ്റോൻ്റെ തളർത്ത വടി. അഹ്റോൻ്റെ തളർത്ത വടിയെക്കുറിച്ച് ഒത്തിരി പേര് സാക്ഷ്യം പറയും. നമ്മുടെ പച്ച മെഴുകുതിരിയുടെ ഉദ്ദേശം തന്നെ അതാണ്. എന്താണ്? നിന്റെ സ്വപ്നങ്ങൾ പൊരിഞ്ഞ് കരിഞ്ഞു പോയതിനെ വീണ്ടും കർത്താവ് തളർപ്പിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ യേശുവേ ആരാധന ഒരുമിച്ച് എല്ലാവരും യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഇബ്രായർ 9-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. 2-ാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകം. അതെ. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. അതിന്റെ അഹ്റോന്റെ തളർത്ത വടി എന്ന് പറയുമ്പോൾ അഹ്റോന്റെ പൗരോഹിത്യത്തിനെ മോസസിന്റെ വൈഫ് ചോദ്യം ചെയ്ത്. അതാണ് പ്രശ്നം. ടേക്ക് ദാറ്റ് പാസേജ്. എന്താ അഹ്റോന്റെ കഴിവുകൾ തനിക്ക് ഉണ്ട്. ദൈവം അഹ്റോനോട് മാത്രമല്ല തന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയിൽ ഒരു മേൽഗതി കിട്ടാൻ വേണ്ടി മോസസിൻ്റെ വൈഫ് പാളയത്തിൽ പടയുണ്ടാക്കി.
അപ്പോൾ അത് വലിയ കൺഫ്യൂഷനായി. ഇപ്പോൾ മോസസ് പറഞ്ഞു, ഓക്കെ, നിനക്ക് കൺകറൻസ് ഉണ്ടോ ഇല്ലയോ, അഹ്റോനുള്ളതുപോലെ കൺകറൻസ് മോസസിൻ്റെ വൈഫിനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, നമുക്കൊരു പരീക്ഷണം നടത്താം, കർത്താവ് തീരുമാനിക്കട്ടെ എന്ന് പറയും. നിങ്ങളെല്ലാവരും പോയി ഓരോ വടി വെട്ടി ഉണക്ക വടി കൊണ്ടുവന്ന് കൂടാരത്തിൽ വെക്കുക. രാവിലെ നമുക്ക് കൂടാരം അടക്കണം. രാവിലെ കൂടാരം തുറക്കുമ്പോൾ ആര് വെച്ച വടിയാണ് തറുത്തതെങ്കിൽ അവനാണ് കർത്താവിൻ്റെ അംഗീകാരമെന്ന്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സംഖ്യാ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങളാണ്. സാക്ഷി കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അപ്പോൾ ഒരു ദൈവികമായ നടപടിക്രമമാണത്. ജീവിതം കരിഞ്ഞുണങ്ങിപ്പോയ സംഭവമായിരിക്കാം, പക്ഷെ ദൈവം വന്ന് തൊടുമ്പോൾ ഇത് തളർത്ത് വരും. ആ ഒരു കോൺസെപ്റ്റിലാണ് നാം പച്ച മെഴുകുതിരി കത്തിക്കണത്. ബദാം ഉണങ്ങിയ പടി ദൈവം തൊട്ട് ജീവിതമാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. നമ്മുടെ ജീവിതം ചിലപ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, ജോലി ഇഷ്ടാതെ നീണ്ടു പോയി, കല്യാണം ഒത്താതെ നീണ്ടു പോയി, മക്കളില്ലാതെ നീണ്ടു പോയി, അങ്ങനെ കരിഞ്ഞു പോയി, സ്വപ്നങ്ങൾ കരിഞ്ഞു പോയി. അതിനെ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ നീ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടിട്ട് ഈ ജീവിതത്തെ അങ്ങ് തൊടും. അപ്പോൾ എന്തു ചെയ്യും? ഇത് അതുകൊണ്ടാണ് 22 കൊല്ലങ്ങളായിട്ട് മക്കളില്ലാത്തവരൊക്കെ എങ്ങനെ മക്കളെ കൊണ്ട് വരുന്നത് ഉടമ്പടി കഴിയുമ്പോൾ? ഈ മക്കൾ എവിടെയായിരുന്നു? 22. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നത് കരിസ്മാറ്റിക് മേഖലയിൽ നിന്നാണ് കർത്താവിനെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കാലങ്ങളിലേക്ക് ഇവിടെ ധ്യാനം ഇവിടെ ഞാൻ 92 തുടങ്ങിയതാണ്. അന്ന് മുതൽ ധ്യാനമുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ ധ്യാനം തുടങ്ങിയത് 2000-ലാണ്. 2000 തൊട്ട് 2016 വരെ ഉടമ്പടി വരണം 2016-ലാണ്, 15. അപ്പോൾ ആ കാലങ്ങളിലെല്ലാം ഇവിടെ ധ്യാനം നടക്കൊണ്ടായിരുന്നു. പക്ഷേ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുമായിരുന്നു. അത് 6 കൊല്ലം 7 കൊല്ലമേ ഉള്ളൂ. ഉടമ്പടി വരുമ്പോഴാണ് 24 കൊല്ലം, 22 കൊല്ലം, 23 കൊല്ലം, ഭയങ്കര 3 ഇരട്ടി വ്യത്യാസം വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ഇടപെടലിന് 3 ഇരട്ടി വ്യത്യാസമാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലാകും. പഴയ കാല ശുശ്രൂഷകളും പുതിയ കാല ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് വല്ലാത്ത അപ്ഡേഷൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രൊഫഷണലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? ദൈവസ്നേഹത്തോടെ, ദൈവപ്രത്യാശയോടെ, ദൈവസ്നേഹത്തോടെ, ദൈവവിശ്വാസത്തോടെ നമ്മൾ ജീവിതത്തെ അവൻ പറയണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പെട്ടെന്ന് ടൈം ഷോട്ട് ചെയ്യും. ടൈം ഷോട്ട് മാത്രമല്ല, ലൈറ്റ് വെയ്റ്റിംഗ് ഉണ്ട്. വലിയ ഭാരപ്പെട്ട കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ചെയ്തു. പിന്നെ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. നമ്മുടെ കഴിവല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ പ്രസൻസ് ഫീൽ ചെയ്യും. ഉടമ്പടിയുടെ മറ്റെല്ലാ ഈ മേഖലകളെല്ലാം നമുക്ക് പ്രാർത്ഥനകളുടെ പൊതു കാര്യമായിട്ട് പറയാമെങ്കിലും ഈ ഉടമ്പടിയുടെ തനത് യുണീക്നെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രസൻസാണ്. ഇപ്പം 43,000 സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി അപ്പ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ കിടപ്പുണ്ട്. 1-2 43,000 സാക്ഷ്യങ്ങൾ ഓൾറെഡി നമ്മൾ എയറിൽ ഓൺ എയർ ആയിട്ടുണ്ട്. ഈ എയറിലായിരിക്കുന്നതിൽ പകുതിയോളം സംഭവം പ്രസൻസാണ്. അമ്മ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നു. എനിക്കറിയത്തില്ലായിരുന്നു അത്. അമ്മ പറഞ്ഞു, ഞാൻ എഴുതി പരീക്ഷയിൽ. അങ്ങനെ പറഞ്ഞില്ല. അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി. അതൊക്കെ പ്രസൻസാണ്. അത് ഉടമ്പടിയുടെ മാത്രമായിട്ടുള്ള സംഭവമാണ്. വേറെ ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടിയുടെ കാര്യത്തിൽ നിങ്ങൾ കാർക്കശ്യമാകണം, കഥറിയാതെ ആട്ടം കാണരുതെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ നിങ്ങളോട് രൂക്ഷവുമായിട്ട് കാർക്കശ്യമായിട്ടല്ല സംസാരിക്കണത്, സൗമ്യമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. അതിൻ്റെ കാരണം ഇതാണ്: ചെയ്യുന്നവൻ വെടിപ്പായിട്ട് ചെയ്യട്ടെ. ചെയ്യുന്നവൻ അത് വെടിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ ഇതിന് നമുക്ക് വല്ലാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് പറയും, നീ എടുക്ക്, അപ്പോൾ താനെടുക്ക്, നീ ഇങ്ങനെ വണ്ടി ഇരുന്ന് തന്നെ ഇതിങ്ങനെ തന്നെ സ്റ്റിയറിങ് വണ്ടി ഓടിച്ചോണ്ട് പോകണമെങ്കിലും താനെടുക്ക്, നീ എടുക്കുന്ന കൈവിട്ട കളിയാണ് ചില ആൾക്കാർക്ക്. ഇപ്പോൾ അവസാനം ഇവിടെ വരുമ്പോൾ അവസാനം നീ എടുക്കുന്ന ആക്കിക്കണം. ഭർത്താവ് സ്വരം ഉണ്ടാക്കിയിട്ട് പറയും, നീ തന്നെ എടുക്കാൻ പറയും. എന്താണ്? ഇയാൾക്കിടയ്ക്ക് സ്മോളൊക്കെ അടിക്കണം. അപ്പോൾ അതുകൊണ്ട് വൈഫിൻ്റെ പെടലിൽ കൊണ്ടുപോയി ഉടമ്പടി കെട്ടിവെക്കും. ഇവൻ്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ട്, നീ അധികം വിഷമൊന്നും ഇറക്കരുത്,
നിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അല്ലെങ്കിൽ നീ മാനസാന്തരപ്പെട്ടിട്ട് ഇന്ന് തീരുമാനം മാറ്റണം. എന്താണ്? വൈഫ് ഫോർമൽ എടുത്തോട്ടെ, ഞാൻ അവളെപ്പോലെ തന്നെ ജീവിക്കും. അതാണ് പ്രശ്നം. അല്ലാതെ നമ്മൾ എന്താണ് കുരങ്ങനെ കൊണ്ട് ചുടുപായസം കോരിച്ചോളാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തരാളം വരെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മുട്ടാപ്പോക്കുകളൊന്നും ഇതിൻ്റെ വരരുത്. നീ ദൈവത്തിനെ അനുഭവിക്കുന്നതിനും ദൈവത്തിലേക്ക് ജീവിക്കുന്നതിനും മുട്ടാപ്പോക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഇതുപോലെ കണ്ടീഷനാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എന്ന് പറയുന്ന വലിയ സംഭവം ദൈവം വളരെ ഇത്രയും പ്രൂവൻ ഫാക്റ്റായിട്ട് നിങ്ങൾക്ക് ലോകത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് 43,000 രൂപ മാത്രം ലൂർദിൽ പോലും കാണത്തില്ല. 43,000 സാക്ഷ്യം റെക്കോർഡഡ് അല്ല അത്. അതാണ് പ്രശ്നം. ഇതങ്ങനെയല്ല, ഇത് ഏറെക്കുറെ റെക്കോർഡാണ്, റിട്ടേണായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. നല്ല കാലങ്ങളിൽ ഇതൊക്കെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കുന്ന കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി. അവിടെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരിടത്തൊരു സമയത്ത് ബ്രിട്ടീഷ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം അല്ലേ. അപ്പോൾ ഞാനവിടെ പോയി എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി ഹൗ ടു സെറ്റ് എ മ്യൂസിയം, എങ്ങനെ മ്യൂസിയം. ഒരു കാലത്ത് ഈ പ്രത്യക്ഷീകരണം വലിയൊരു വിഷയമായി മാറുന്ന കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്യും നമ്മൾ. എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നതെന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായൊരു ടൈമിലി വിഷയമല്ല, ദൈവത്തിൻ്റെ ഒരു അന്തർദേശീയ വിഷയമാണ് മരിയൻ ഉടമ്പടി. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിലെ ചവിട്ടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്റെ ബലഹീനത കാരണം പരാജയപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ഉടമ്പടിക്ക് ഉപയുക്തമായ ജീവിത ഉടമ്പടി പങ്കാളിയായി എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ, എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അവൻ പറയുന്നത് ഒരുമിച്ച് പാടുക, നിർത്തി പാടുക, എല്ലാവരും പാടുക. അഭിഷേകത്തിന്റെ സമയമാണ്. കൃപാസനത്തിന്റെ അമ്മേ,